ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. കഴിഞ്ഞ ചരിത്രങ്ങളും സംഭവങ്ങളും ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. അത് മുഅ്മിനീങ്ങൾക്ക് ഫലം ചെയ്യും എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. അതനുസരിച്ച് നാം കഴിഞ്ഞുപോയ പല ആലിമീങ്ങളുടെയും മഹത്തുക്കളുടെയും ചരിത്രങ്ങൾ അഴവിറക്കുകയും ഓർക്കുകയും ഓർമ്മിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അത് ശരീഅത്ത് അനുവദിച്ചതാണ്. ബഹുമാനപ്പെട്ട ഹാഫിദുൽ ഖുർആൻ അബൂബക്കർ കുട്ടി മുസ്ലിയാർ ഓമച്ചപ്പുഴ അദ്ദേഹത്തിൻ്റെ തൗറൂസ് നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ കൊടിക്കീഴിൽ ആ നാട്ടിലുള്ള എല്ലാവരെയും, ചെറുപ്പക്കാരെയും വയസ്സന്മാരെയും കുട്ടികളെയും എല്ലാ ആളുകളെയും കോർത്തിണക്കി വളരെയധികം ഐക്യവും സന്തോഷവും ഉണ്ടാക്കി തീർത്തിരുന്നു എന്ന ആ സംഭവമാണ് നമുക്ക് അദ്ദേഹത്തെ പറ്റി പ്രത്യേകമായി എടുത്തു പറയാനുള്ളത്. അദ്ദേഹം വലിയ ആബിദാണ്, ആലിമാണ്, ഹാഫിളാണ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായുള്ള ആ മഹത്വങ്ങൾ ഏതായാലും ഉണ്ട്. അതോടൊപ്പം നാട്ടിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാതെ നാട്ടിലെ ജനങ്ങളെല്ലാവരും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ കീഴിൽ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് പഠിപ്പിച്ചു. എത്രത്തോളം അവിടെ പല ജുമഅകളുണ്ടായിരുന്നത് വരെ എല്ലാം ഒരു ജുമഅയാക്കി മാറ്റി ജനങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി നല്ല കെട്ടുറപ്പൊരു സുന്നത്ത് ജമാഅത്തിൻ്റെ അഖീദ അല്ലാത്ത ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് പഠിപ്പിച്ച വലിയൊരു മഹാനായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദറജ വർദ്ധിപ്പിച്ച് കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ മകനുണ്ടായിരുന്നു, മകനും അടുത്ത കാലത്ത് മരണപ്പെട്ടുപോയി. അല്ലാഹു തആല അവർക്കെല്ലാം ദർജകൾ കൂട്ടിക്കൊടുക്കട്ടെ. അവരുടെ ബർക്കത്ത് കൊണ്ട് നമുക്കെല്ലാവർക്കും അല്ലാഹു നാഫിയായ ഇൽമിനെയും തഖ്വനെയും ഏറ്റിത്തരുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.